ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെയിന്റിങ്. ഇതിനകത്ത് ചളി പറ്റിയാൽ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാം. അതായത് ഇതൊരു വാട്ടർ പ്രൂഫ് പെയിന്റ് എന്ന് പറയാൻ പറ്റുമോ? വാട്ടർ പ്രൂഫാണ് 100%. വാട്ടർ ഇതിന്റെ മുകളിൽ ഇനി വെള്ളം ഒബ്സർവ് ചെയ്യില്ല. എമൽഷൻ ഇനി ഇതിന്റെ മുകളിൽ അടിക്കണോ അടിക്കണ്ടയോ? അങ്ങനെയാണ്. ഇത് എത്രയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്? 10 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ്. നമസ്കാരം. നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെയിൻറ്റിങ്. പെയിൻറ്റിങ് പല കളറുകൾ ഉള്ളവരുണ്ട്, പല തീമുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് വൈറ്റാണ്. വൈറ്റിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, എല്ലാത്തിലും ഡിസൈൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വീടിനുള്ളിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി സീലറാണ്, അതുപോലെ എമൽഷനാണ്, വെതർ പ്രൂഫായിട്ടുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ മുന്നേ നമ്മളെ കാണിച്ചിട്ടുണ്ട് ജിപ്സം ജെം പ്ലാസ്റ്റിനെ കുറിച്ച്. അവരുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന പെയിൻറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റ് എന്നുള്ളതിലുപരി അതെന്താണ് എന്ന് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്ന നമ്മുടെ സുഭാഷനുണ്ട് എൻ്റെ ഒപ്പം. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ അത് അടിച്ചിട്ടിരിക്കുന്നൊരു വോളാണ് കാണുന്നത്. ഞാൻ അജയ് സിംഗർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. എൻ്റെ വീട് ആനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഭാഷ് ചേട്ടാ ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ അവസാനത്തെ നമ്മൾ തമ്മിലുള്ള വീഡിയോ നമ്മുടെ ജെം പ്ലാസ്റ്റ് ജിപ്സം ചെയ്തപ്പോഴായിരുന്നു. അതെ, ജിപ്സം താഴെയായിരുന്നു, പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മുകളിലത്തെ റൂമാണ്. ഇത് സുഭാഷ് ചേട്ടാ ഞാൻ പറയായിരുന്നു, നമ്മൾ പെയിൻറ്റിങ് എല്ലാവരും പൊതുവേ പറയുന്ന സാധനം എനിക്ക് തോന്നുന്ന പെയിൻറ്റിങ്ങാണ്. ജിപ്സത്തിനെ കുറിച്ച് എല്ലാവരും ഇപ്പോൾ പറയുന്നത് പുട്ടി എന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്ന വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ, ഏത് ജിപ്സത്തിൽ. ഇത് നമ്മൾ ജിപ്സത്തിന് മുകളിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. എന്താണ് ഈ പ്രോഡക്റ്റ് പറഞ്ഞത്? ഇത് പെയിന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എമർഷൻ്റെ കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. ഓക്കെ നമുക്ക് പെയിന്റ് ആയിട്ട് തന്നെ അതിനെ നടത്താം. വൈറ്റ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ജിപ്സം ചെയ്യുമ്പോൾ എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ജിപ്സം ചെയ്യുമ്പോൾ പറയുന്നത് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ കിട്ടുന്ന ഒരു സംഗതിയാണത്. ഓക്കെ ഇന്ന് നോർമലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ സിമെൻറ്റേഴ്സ് പ്രൈമറാണ്. എന്തൊരു സാധനത്തിൻ്റെയും മുകളിലേക്കും എമർഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് പ്രൈമർ എന്ന് പറയുന്നത് ഒരു ബോണ്ടിങ് ഏജൻറ്റാണ്. ഇന്ന് നമുക്കുള്ളത് വൈറ്റ് പ്രൈമറാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം വാളിനൊക്കെ കൊടുക്കുന്നത് വൈറ്റ് പ്രൈമറാണ്. ഓക്കെ അപ്പോൾ അതിനകത്ത് ആ പ്രൈമർ എന്ന് പറയുന്നത് സിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ ജിപ്സത്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിനുണ്ടാകുന്ന ഇപ്പോൾ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ആ ജിപ്സത്തിൻ്റെ ഒരു 90% സ്മൂത്ത്നെസ്സും ഇതിനകത്ത് നിലനിർത്തിയിട്ടുണ്ട്. ആ റഫ്നെസ് വരാണ്ട് സാധാരണ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള റഫ്നെസ് വരാണ്ട് ആ സ്മൂത്ത്നെസ് ഇതിനകത്ത് നിലനിർത്തി നമുക്കൊരു എമർഷൻ ചെയ്ത ഫീല് ഇതിനകത്ത് കിട്ടും. അതായത് ഇപ്പോൾ ഞാനൊന്ന് വരച്ച് കഴിഞ്ഞാൽ കയ്യിലെ ചെളി അങ്ങോട്ട് പിടിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വേറെ ഇതൊന്നും കാണത്തില്ല. അതെ, ശരി. അപ്പോൾ ഇതിനകത്ത് ചളി പറ്റിയാൽ ഒരു വിഷയമില്ല, നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാം, കളയാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ വെള്ളം പിടിക്കില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇതൊരു പ്രൈമറാണ്. അതെ. പിന്നെ അടുത്തത് ഇതൊരു സീലറാണ്. അതായത് സീലർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ കംപ്ലീറ്റ് ചെറിയ ചെറിയ സൂക്ഷ്മങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സീൽ ചെയ്ത് അതിനോടൊപ്പം ഇതിനെ വെതർ കോട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു വാട്ടർ പ്രൂഫ് പെയിന്റ് എന്ന് പറയാൻ പറ്റുമോ? വാട്ടർ പ്രൂഫാണ് 100%. വാട്ടർ പ്രൂഫ് താഴ്ന്ന ഇപ്പോൾ പണിക്കാരെടുക്കുക ചോദിച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു വാട്ടർ പ്രൂഫ് ഇല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു വാട്ടർ പ്രൂഫ് വരാനില്ല. ഇതിൻ്റെ മുകളിൽ ഇനി വെള്ളം ഒബ്സർവ് ചെയ്യില്ല ഒരു കാരണവശാൽ. ചേമ്പലയിൽ നമ്മൾ മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു എക്സ്റ്റീരിയർ ചെയ്തൊരു വീടിൻ്റെ അവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് സാമ്പിൾ അപ്ലൈ ചെയ്ത് ശരി മനസ്സിലായി. അപ്പോൾ ആ സൈറ്റ് ആ മെറ്റീരിയലാണ്. അന്ന് നമ്മൾ ഗ്ലോസി ആയിട്ടും മാറ്റുമായിട്ടും നമ്മൾ ഉണ്ടായിരുന്നു. പിന്നെ അത് മാർക്കറ്റിലുള്ള മാർക്കറ്റ് സ്റ്റഡി പ്രകാരം 2 സെഗ്മെൻ്റ് ഉള്ളത് നമ്മൾ സിംഗിൾ ആക്കിയിട്ട് അത്യാവശ്യം ഗ്ലോസിക്ക് വേണ്ടവർക്ക് ഒരു ചെറിയൊരു ഗ്ലോസി മാറ്റ് അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു വലിയൊരു തിളക്കില്ലെങ്കിൽ ഫിനിഷിങ് കിട്ടും. പക്ഷെ നോർമലി നോക്കുന്ന സമയത്ത് നമുക്ക് വീടിനകത്ത് എപ്പോഴും വേണ്ടത് എന്താ ആ ഒരു മാറ്റ് ഫിനിഷിങ് ഉണ്ടാവും. പക്ഷേ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ഇത്
പോയിട്ടുമില്ലല്ലോ. യെസ് യെസ്. അപ്പോൾ ആ ഒരു കറക്റ്റ് കൺസെപ്റ്റിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതെ. ശരി, ഇതിപ്പോൾ എനിക്കിത് പെയിൻ്റ് ആണ് എന്ന് ഞാൻ ചിന്തിക്കുക. എമൽഷൻ ഇനി ഇതിൻ്റെ മുകളിൽ അടിക്കണോ അടിക്കണ്ടയോ? നിങ്ങൾക്ക് ഇതിന് ഇനി കളർ വേണമെങ്കിൽ, അതായത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ വൈറ്റ് അല്ല, എന്തെങ്കിലും കളർ വേണം. ഇനി ഇതും മാത്രമാവില്ല, ഇപ്പോൾ വൈറ്റ് തന്നെ നമുക്ക് പല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ലൈറ്റ് ഷെയ്ഡായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനിയൊരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു പ്രൈമർ കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഇതൊരു പ്രൈമറാണ്. ഓക്കെ ഓക്കെ. ഇനി പ്രൈമർ അടിക്കേണ്ട, ഡയറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നേരിട്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് കളർ വേണ്ടത് അതിനനുസരിച്ച് ഇത് കൊടുക്കാം, ചെയ്യാം. ഓക്കെ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇത് ഒറ്റ കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് 5500 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്ററിങ് ഏരിയ വന്നിട്ടുള്ളത്. ആ 5500 സ്ക്വയർ ഫീറ്റ് ഇന്നലെ തുടങ്ങിയതാണ് നമ്മൾ, അല്ലേ? ഇന്നലെ ഉച്ചയാകുമ്പോഴാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞു, രാത്രി ഒരു കുറച്ച് ടൈമും കൂടി നിന്ന് കഴിഞ്ഞാൽ തീരും, ഇന്നത്തെ പരിപാടി തീർന്നു. യെസ് യെസ് യെസ്, മനസ്സിലായി. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് വീട് കിട്ടിക്കഴിഞ്ഞു ഇത്രയും കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും. അതെ. യെസ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പം നമ്മൾ എന്നാ പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഹെഡ് ബോർഡിൽ എന്തായാലും എമൽഷൻ അടിക്കാനുണ്ട്, അത് നമ്മൾ അടിക്കുകയും ചെയ്യും. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഒരു വീട്ടിൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്, അപ്പോൾ ആദ്യം ഇത് കാണുമ്പോഴത്തേക്ക് എനിക്കിത് അടിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. കാര്യം ഒന്നാമത്തെ കാര്യം ജിപ്സമാണ്, മറ്റാണ് നമുക്ക് കണ്ണിന് കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നൊന്ന് പറയാമോ? ഒന്നുമില്ല, നമ്മൾ ജിപ്സത്തിൻ്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു. ഓക്കെ. നമ്മുടെ തന്നെ ലേബേഴ്സ് വരും, വന്ന് അവർ അപ്ലൈ ചെയ്യും. നമ്മളിപ്പോൾ പുറത്ത് മെറ്റീരിയൽ കൊടുക്കുന്ന സമയത്ത്, കാരണം ഇന്ന് നോർമലി എല്ലാവർക്കും പ്രൈമർ എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡാണ് വരുന്നത്, അതിനകത്ത് ഓവറായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ അടിക്കുന്നത്. ഇതിനകത്ത് ഒരു വാട്ടർ റേഷ്യോ ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ല തിക്ക് മെറ്റീരിയലാണ് വരുന്നത്. ആ തിക്ക് മെറ്റീരിയലിനെ അധികം ലൂസാക്കാനും പാടില്ല. അപ്പോൾ ഇതിനകത്ത് വാട്ടറിൻ്റെ റേഷ്യോ ഉണ്ട്, അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് അത് ഞങ്ങളുടെ തന്നെ ഒരു മിക്സിംഗ് റേഷ്യോ ഉണ്ട്. നമ്മുടെ തന്നെ ലേബേഴ്സ് തന്നെ അവർ വന്ന് നേരെ ഒറ്റ കോട്ട് വളരെ ലൂസായിട്ടൊന്ന് കൊടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ടച്ച് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ താഴത്തൊക്കെ സിമെൻറ്റ് ചെയ്ത് നല്ല ആ താഴത്ത് ചെയ്യാത്ത ഫൈനലാവാത്ത റൂമിനകത്തൊക്കെ കണ്ടില്ലേ, നല്ല കറുപ്പ് കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു സിമെൻറ്റ് ചെയ്തതിൻ്റെ സ്കേർട്ടിംഗ് ഒക്കെ ഒട്ടിച്ചതിൻ്റെ, അതെല്ലാം ക്ലിയർ ചെയ്ത് വൈറ്റ്നസ്സിലേക്ക് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുത്തു. അങ്ങനെ ചെയ്തിരിക്കുന്നതാണിത്. അതെ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഇടയ്ക്ക് പറഞ്ഞിരുന്നത് വളരെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാമെന്ന്, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്? ഇപ്പോൾ നോർമലി നമ്മൾ 10 രൂപയാണ് ഇതിന് ലേബർ വിത്ത് മെറ്റീരിയൽ സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന്. ശരി. ലേബർ വിത്ത് മെറ്റീരിയൽ അതൊരു 8 രൂപയ്ക്കൊക്കെ ലാസ്റ്റ്. അത്രയും നല്ല സർഫസാണ്, അധികം അഴുക്കും കാര്യങ്ങളും പറ്റുന്നില്ല, ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ പോകും. കാരണം ലേബറാണ് കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അപ്പുറത്തെ ഹോളൊക്കെ കംപ്ലീറ്റ് ഹൈ ഹോൾസ് ഉണ്ട്. പിന്നെ മാത്രമല്ല അഴുക്ക് ഒരുപാട് ഒരുപാട് മറ്റുള്ള സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഷെയ്ഡ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വരുന്ന സമയത്ത് അത്രയും ലേബർ അവിടെ വരുന്നതാണ്. അങ്ങനെ ആ രീതിയിൽ ക്ലീൻ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. കാരണം എന്തുകൊണ്ടാണ് അത് പറയുന്നത്, നമ്മൾ ജിപ്സം ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള വർക്കുകൾ വൃത്തിയായിട്ട് ചെയ്ത് വെട്ടി പൊളിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട്, ആ ഇലക്ട്രിക്കലിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആദ്യമേ ചെയ്ത് ക്ലിയർ ചെയ്ത് പൈപ്പിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ട്രിപ്പിന് പരിപാടി കഴിയും. അവിടെ പിന്നെ വരുന്നത് സ്കേർട്ടിങ് മാത്രമേ ഉള്ളൂ. ആ സ്കേർട്ടിങ് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാൾ ഫിനിഷായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഒറ്റ കോട്ടിൽ പരിപാടി അവസാനിക്കും. അപ്പോൾ നമുക്കൊരു 10 രൂപ എന്ന് പറഞ്ഞാൽ 8 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. നിങ്ങളുടെ വീടിന് ഈ പറഞ്ഞാൽ ഭിത്തി എല്ലാം കയറും, അതേ ഇൻറ്റു 8 8000 അല്ല, ഇന്ത്യൻ റുപ്പി 8 രൂപ. അതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് വരുന്നത് അത് കിട്ടും. ലേബർ വിത്ത് മെറ്റീരിയൽ. ലേബർ വിത്ത് മെറ്റീരിയൽ അത് ഇവർ തന്നെയാണ് ചെയ്യുന്നത്. വെളിയിൽ കൊടുക്കാത്ത എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് മിക്സിംഗ് റേഷ്യോ ഒക്കെ അല്ല, വെളിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ഇത് കണ്ടിട്ട് നമുക്ക് മെറ്റീരിയൽ തരുമോ എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നത് 10 ലിറ്ററിൻ്റെയും 20 ലിറ്ററിൻ്റെയും ബക്കറ്റാണ് വരുന്നത്. അപ്പോൾ അത് 10 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 റുപ്പീസാണ് പെർ ലിറ്റർ.
ഓക്കെ മനസ്സിലായി. 20 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ 480 ആണ് ലിറ്ററിന് വരുന്നത്. ശരി ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ വെളിയിൽ എക്സ്റ്റീരിയർ ജിപ്സത്തിൻ്റെ വീഡിയോ എപ്പോഴും ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ സീസൺ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ 2-3 മഴയൊക്കെ ഓൾറെഡി നല്ല മഴകൾ കൊണ്ടു കഴിഞ്ഞു, അത് കംപ്ലീറ്റ്ലി ഒരു മഴ സീസൺ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കും. ജിപ്സം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എന്താണ് എക്സ്റ്റീരിയറിൽ ജിപ്സം ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ജിപ്സം എന്ന് പറഞ്ഞാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളവിടെ കൊടുക്കുന്നത് ആ രീതിയിലാണ്. റേറ്റ് എന്നുള്ള കാര്യമാണ് എക്സ്റ്റീരിയറിൽ ചെയ്യുന്ന സമയത്ത് പറയാൻ പാടില്ലാത്ത കാര്യം. പെർഫെക്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. റേറ്റ് നോക്കിയിട്ട് വരികയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ജിപ്സം അത് കംപ്ലീറ്റ് പോർഷൻ വരുന്നില്ല, മനസ്സിലായി. അല്ലാണ്ട് നോർമലി ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നോർമൽ പോർഷനിൽ നമുക്ക് ബഡ്ജറ്റ് ആ രീതിയിൽ തന്നെ പോകുന്നത്. ഓക്കെ. അതല്ലാണ്ട് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ വരുന്ന ഭാഗത്താണ്. അത് കമ്പാരിറ്റീവ്ലി സിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ പ്രൂഫും കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഏരിയകളിൽ എന്നെങ്കിലും അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. മനസ്സിലായി. ഓക്കെ. അവിടെ ആ ഒരു കോസ്റ്റ് എന്താണെങ്കിലും ഇതിന് വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ അതിനായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്തത് ഞാൻ അങ്ങനെ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഫുള്ള് ഈ വാൾസ് ചെയ്യുന്നത് വൈറ്റ് തന്നെയാണ്. അതേസമയം നമ്മുടെ ബെഡ് കോട്ടിൻ്റെ ഹെഡ് ബോർഡുകളിൽ മാത്രമേ കളർ വ്യത്യാസമുള്ളൂ. അപ്പോൾ എനിക്കത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ തന്നെ ചെയ്തു പോയിരിക്കുന്നതാണ്. നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നിങ്ങൾക്ക് ഏറ്റു വിളിക്കാം. അപ്പോൾ സുഭാഷേട്ടാ വീണ്ടും താങ്ക് യു സോ മച്ച്. ഇതുപോലെയാണ് പലതും നമ്മുടെ വീടിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ, ചിലത് എല്ലാം പുതുതായിട്ട് കണ്ടെത്തിയതും പിന്നെ പുതിയ പല പ്രോഡക്റ്റുകൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ ആർടെക്സ് എൻഡ്യൂറയുടെ വീഡിയോ ആണ്. അതായത് എക്സ്റ്റീരിയർ പെയിൻറ്റ്, അതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഫുള്ളി വാട്ടർ പ്രൂഫ്. ഒരു മോഡേൺ കോണ്ടംപററി കോൺസെപ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബാക്കിയെല്ലാം വഴിയെ കാണാം. വീണ്ടും മറ്റൊരു മികച്ച വീഡിയോ എത്തും. അതുവരേക്കും അജയ് സിംഗ് സൈനിങ് ഓഫ്. ഡോക്ടർ